കേവല ഭൂരിപക്ഷമില്ലാതെ അധികാരത്തിലെത്തുമ്പോൾ നരേന്ദ്രമോദിയുടെ ശൈലിയിൽ എന്തൊക്കെ മാറ്റങ്ങളാകും ഉണ്ടാവുക? രാഷ്ട്രീയ നിരീക്ഷകർ ജിജ്ഞാസയോടെ ഉറ്റുനോക്കുന്ന ചോദ്യമാണത്. കൂട്ടുകക്ഷി സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കൗശലമുണ്ടായാൽ മാത്രമേ ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും ഉയർത്തുന്ന സമ്മർദ്ദങ്ങൾ അതിജീവിക്കാൻ കഴിയൂ. എല്ലാ കടിഞ്ഞാണുകളും അമിത്ഷാ വഴി സ്വന്തം കയ്യിലൊതുക്കിയാണ് ഒന്നും രണ്ടും സർക്കാരുകളെ നരേന്ദ്രമോദി ചലിപ്പിച്ചത്. നയപരമായ തീരുമാനങ്ങൾ പലതും കൈക്കൊണ്ടപ്പോൾ മന്ത്രിസഭയിൽ പോലും ചർച്ചകൾ ഉണ്ടായില്ല. അർദ്ധരാത്രിയിലെ നോട്ട് നിരോധനം ടെലിവിഷനിലൂടെ അറിഞ്ഞ് അമ്പരന്നിരുന്ന കേന്ദ്രമന്ത്രിമാരുടെ കഥ ഇപ്പോഴും ഡൽഹിയിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ കേൾക്കാം. ഒരു സംവിധാനത്തോടും ചോദിക്കാതെ, ആരോടും ആലോചിക്കാതെ, പാർട്ടിയുടെ പോലും അനുവാദം തേടാതെയായിരുന്നു നരേന്ദ്രമോദിയുടെ തീരുമാനങ്ങൾ. 10 വർഷത്തിനിപ്പുറം ഘടകകക്ഷികളുടെ ചുമലിലേറി അധികാരമേൽക്കാനെത്തുമ്പോൾ നരേന്ദ്രമോദിക്ക് ഇനി ആ ശൈലി പിന്തുടരാനാകില്ല. വിലപേശാൻ നന്നായി അറിയാവുന്ന ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും നരേന്ദ്രമോദിയുടെ തീരുമാനങ്ങളിൽ റഫറിയെ പോലെയാകും പ്രവർത്തിക്കുക. ചുരുക്കത്തിൽ ഘടകകക്ഷികൾ ഉയർത്തുന്ന ഈ സമ്മർദ്ദത്തെ അതിജീവിക്കാൻ നരേന്ദ്രമോദിക്ക് ഏറെ പണിപ്പെടേണ്ടതായി വരുമെന്നതാണ് വസ്തുത. തന്റെ ഒന്നും രണ്ടും സർക്കാരിന് സമാനമായി മൂന്നാം സർക്കാരിനെയും മുന്നോട്ട് കൊണ്ടുപോകാൻ ഘടകകക്ഷികൾക്ക് മേൽ നരേന്ദ്രമോദിക്ക് മേൽക്കൈ നേടിയെടുക്കേണ്ടതുണ്ട്. ഇതിന് സാധിച്ചാൽ മാത്രമേ കൂട്ടുകക്ഷി സർക്കാർ സുഗമമായി മുന്നോട്ടു പോകൂ. അഗ്നിവീർ, ആന്ധ്രാപ്രദേശിലെ മുസ്ലിം സംവരണം തുടങ്ങിയ വിഷയങ്ങളിൽ ഇതിനകം ഘടകകക്ഷികൾ അവരുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. ഒന്നും രണ്ടും മോദി സർക്കാരുകളുടെ നിലപാടിന് കടകവിരുദ്ധമാണിത്. കൂടിയാലോചനകൾക്ക് വേണ്ടി NDAയിൽ ഒരു ഉന്നതാധികാര സമിതിയടക്കം രൂപീകരിക്കുമെന്നാണ് ഇപ്പോഴത്തെ വിവരം. ഘടകകക്ഷികളുടെ സമ്മർദ്ദം മാത്രമല്ല, വരിഞ്ഞുമുറുക്കാൻ RSSും ഇക്കുറി രംഗത്തുണ്ട്. കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെയാകും മൂന്നാം സർക്കാരിനെ നരേന്ദ്രമോദിക്ക് നയിക്കേണ്ടി വരിക എന്നതാണ് ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്നത്. R. രാധാകൃഷ്ണൻ, 24, ഡൽഹി.